പത്തരമാറ്റ് സീരിയലിന്റെ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ജയൻ ദേവേനോട് പറയുന്നത്, ഇന്ന് ഏതായാലും എനിക്ക് നിന്നെ ഓഫീസിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ല, എനിക്കിന്ന് അർജൻറ്റായിട്ടുള്ള ഒരു മീറ്റിംഗ് ഉള്ളതാണ്, എത്രയും പെട്ടെന്ന് ഓഫീസിലേക്ക് പോയേ പറ്റൂന്ന് ജയൻ പറയുന്ന സമയത്തിന് ദേവേനെ പറയുന്നുണ്ട്, ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും നല്ല സംശയമുണ്ട്, ഇതിനിടയ്ക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ എനിക്ക് ആ പെൺകുട്ടിയെ കാണിച്ചു തരാത്തത് എന്നും പറയും. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെയല്ല മോളെ, ഇപ്പോഴും നിനക്ക് ശരിക്കും അങ്ങ് സുഖമായിട്ടില്ല, അതുകൊണ്ട് നീ എന്താ അത് മനസ്സിലാക്കാത്തത് എന്നൊക്കെ ചോദിക്കും. എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ഓഫീസിലേക്ക് പോകാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ജയൻ അവിടെ നിന്നങ്ങ് പോയതിനു ശേഷം മുത്തശ്ശി ദേവേനോട് പറയുന്നുണ്ട്, മോളെ ഞങ്ങൾ രണ്ടുപേരും അമ്പലത്തിലേക്ക് പോവാണ്, നിന്നെ കൂട്ടാതെ പോകുന്നത് നിനക്കിപ്പോഴും ആരോഗ്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ ഇങ്ങ് ശരിയായി വരുന്നതല്ലേ ഉള്ളൂ, ഇതെല്ലാം കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളും, അതുകൊണ്ട് നീ കുറച്ചു കാലം കൂടി ഇവിടെ അടങ്ങിയിരിക്കെ, നിനക്ക് കരൾ തന്ന പെൺകുട്ടിയെ ഉടനെ തന്നെ നിനക്ക് കാണാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് ദേവയാനി ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ദേവയാനിക്ക് സമ്മതമല്ല. ദേവയാനി പറയുന്നുണ്ട്, ഏതായാലും നിങ്ങൾ ആരും തന്നെ എനിക്ക് ആ പെൺകുട്ടിയെ കാണിച്ചു തന്നില്ലെങ്കിലും ഞാൻ ആ പെൺകുട്ടിയെ തേടി പിടിക്കും, അതെൻ്റെ കൂടി ആവശ്യമാണെന്ന് ദേവയാനി പറയുന്ന സമയത്തിന് മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നീ ആ കുട്ടിയെ തേടി പിടിക്ക്, നീ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയാണ്, അങ്ങനെ തേടി പിടിച്ചതിൻ്റെ അവസാനം ആ കുട്ടിയെ കാണുമ്പോഴും ഈ മനോഭാവം തന്നെ കാണണം കേട്ടോ എന്ന് പറയും. അപ്പോൾ ദേവേനി ചോദിക്കുന്നുണ്ട്, അതെന്താ അച്ഛ അങ്ങനെ പറഞ്ഞത്, ഞാനാണ് ഇപ്പോൾ ആ പെൺകുട്ടിയെ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത്, പിന്നെ അവളെ കാണുമ്പോൾ എൻ്റെ സ്വഭാവം എന്തിനാ മാറുന്നത് എന്ന് ചോദിക്കും. അപ്പം മുത്തശ്ശൻ പറയുന്നത്, അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ സത്യത്തെ കാണുമ്പോൾ അത് ഉൾക്കൊള്ളാൻ നമുക്കാവണം, അപ്പോൾ നീ ആ പെൺകുട്ടിയെ കാണുന്ന സമയത്ത് നിൻ്റെ മനസ്സ് ഇങ്ങനെയാണെങ്കിൽ അത് നല്ല കാര്യമെന്നും പറയും. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, ഇപ്പോൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആ പെൺകുട്ടിയെ കാണണമെന്നും അവളെ സ്നേഹിക്കണമെന്നും അവളെ എന്നോടൊപ്പം ചേർത്ത് നിർത്തണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത് ഞാനാണ്. എന്നാൽ ദേവേനിയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് മുത്തശ്ശിക്കും മുത്തശ്ശനും ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഏതായാലും അമ്പലത്തിലേക്ക് പോയിട്ട് വരാം, മോള് റെസ്റ്റ് എടുക്കുക എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ നിന്നങ്ങ് പോകുന്നുണ്ടെങ്കിലും ദേവേൻ്റെ മനസ്സിൽ വീണ്ടും ആ ഒരേ ഒരു ചിന്തയായിരിക്കും, എന്നാലും ആരായിരിക്കും തനിക്ക് കരൾ തന്നത്, എങ്ങനെ അത് കണ്ടുപിടിക്കുമെന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് ദേവയാനി. ജയൻ നേരെ ആദർശിൻ്റെ അടുത്തേക്ക് വന്ന് പറയുന്നുണ്ട്, എടാ ഈ പോക്ക് പോയാൽ ശരിയാവില്ല, അവൾക്ക് പകരമായിട്ട് വേറെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കാണിച്ചു കൊടുക്കേണ്ടി വരും അമ്മക്ക്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ അച്ഛാ ശരിയാവുന്നത്, ഇപ്പം തന്നെ ആ പെൺകുട്ടിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് 50 ലക്ഷം രൂപയുടെ ചെക്കാണ് അമ്മ എഴുതി തന്നത്, അതുകൂടാതെ എൻ്റെ സ്വത്തെല്ലാം തന്നെ ആ പെൺകുട്ടിക്ക് കൊടുക്കുമെന്നും ആ പെൺകുട്ടീനെ സഹായിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇനിയിപ്പോൾ നമ്മൾ വേറൊരു പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ പുറകെ പോവില്ലേ അമ്മ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, ഇതിപ്പോൾ ഇനി എങ്ങനെ പരിഹരിക്കണമെന്ന് അറിയില്ലല്ലോടാന്നിങ്ങനെ ചോദിക്കുന്ന സമയത്തിന് ആദർശ് പറയുന്നുണ്ട്, അച്ഛാ അമ്മ സ്വാഭാവികമായിട്ട് അത് കണ്ടെത്തുവാണെങ്കിൽ അങ്ങ് കണ്ടെത്തട്ടെ, ആ സമയത്ത് അമ്മ എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല, അത് മാത്രമാണ് ഒരു പ്രശ്നമെന്ന് പറയും. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, ആ ഹോസ്പിറ്റലിൽ ഒരു സൈക്കാട്രിസ്റ്റ് ഉണ്ടായിരുന്നു ദേവേനെ നോക്കുന്നത്, അപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചതാണെന്നാ, ഈ സത്യങ്ങളെല്ലാം തന്നെ ദേവേനി പെട്ടെന്നറിയുന്ന ഒരവസ്ഥ വന്നാൽ എന്തായിരിക്കും ദേവേൻ്റെ പ്രതികരണം എന്നൊക്കെ ഞാൻ അയാളോട് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത്, ചിലപ്പോൾ ദേവേനിക്ക് ഇതൊന്നും തന്നെ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല, എല്ലാവരും ചേർന്ന് തന്നെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരിയധികം വിഷമിക്കുന്നു എന്നൊരു സാധ്യതയാണ് ആൾ പറഞ്ഞത് എന്നൊക്കെ പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി എന്തൊക്കെ തന്നെയായാലും നയനമ്മളുടെ കുടുംബത്തെ നീ കുറച്ചും കൂടി നന്നായിട്ട് എന്നെ സഹായിക്കണം, അവർക്ക് നീ ഒരു വീട് എടുത്തു കൊടുത്തു, അതിലൊന്നും കാര്യമില്ല, ഗോവിന്ദന് ഇനിയും എന്തൊക്കെയോ കടങ്ങളും ബാങ്ക് ലോണും അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്, അതൊക്കെ നീ എത്രയും പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്ത് കൊടുക്കണം, അതുപോലെ തന്നെ അവർക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നൊരു സാഹചര്യം കൂടി നീ ഒരുക്കി കൊടുക്കണം എന്നൊക്കെ പറയട്ടെ ജയൻ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇതൊക്കെ ഞാൻ അവരോട് പറഞ്ഞതായിരുന്നു വെച്ചാൽ, പക്ഷേ അവർക്ക് ഞാനിപ്പോൾ ഒരു വീടെടുത്ത് കൊടുത്തത് പോലും അവർക്കൊരു കുറച്ചിലായിട്ടാണ് തോന്നുന്നത്, പിന്നെ അങ്ങനെയുള്ള സ്ഥിതിക്ക് ഞാൻ എങ്ങനെയാച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ ജയൻ ചോദിക്കുന്നുണ്ട്, അതിനെന്തിനാ അവർ നാണിക്കുന്നത്, കോടികളുടെ ബിസിനസ്സാണ് നയനമോൾ നമ്മുടെ ജ്വല്ലറിക്ക് വേണ്ടി ഉണ്ടാക്കി തന്നത്, അതിലൊരു പെർസെൻറ്റേജ് നമ്മൾ തിരിച്ചു കൊടുത്താൽ പോലും ഇതിൻ്റെ അത്രയൊന്നും വരില്ല, പിന്നെ അവരെന്തിനാ ഇങ്ങനെ നാണിക്കുന്നത്, അതിൻ്റെ കാര്യമൊന്നുമില്ല എന്ന് പറയും. എന്നിട്ട് ജയൻ ചോദിക്കുന്നുണ്ട്, നീ ഓർക്കുന്നുണ്ടോ നയനമോളെ അന്നത്തെ ആ രാത്രി നീ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടത്, പിന്നീട് നയനമോൾ അങ്ങോട്ടേക്ക് കയറി വന്നതിന് ശേഷം എനിക്കും അച്ഛനും അനിക്കും അങ്ങനെ എല്ലാവർക്കും നയനമോളെ ഒത്തിരിയധികം ഇഷ്ടമാണ്, അന്ന് നയനമോളെ മനസ്സിലാക്കാതിരുന്നത് നീ മാത്രമാണ്, നീ നിൻ്റെ അമ്മയുടെ ഒപ്പമായിരുന്നു, അന്ന് നയനമോൾ ആ വഴിക്കങ്ങ് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമങ്ങ് ഇറങ്ങിപ്പോയില്ലായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതെ അച്ഛാ, അതൊക്കെ ഇന്ന് ഞാൻ ഭയത്തോടു കൂടിയാണ് അച്ഛാ ചിന്തിക്കുന്നത്, ഏതായാലും അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്തിന് ജയൻ പറയുന്നുണ്ട്, മോനെ അതുപോലെ നയനമോൾ ഇനി നമ്മുടെ വീട്ടിലാണ് നിൽക്കേണ്ടത്, നമ്മുടെ വീട്ടിലെ സ്വത്താണ് നയനമോൾ, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് തന്നെ നയനമോളെ നമ്മുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരണം, അതിന് വേണ്ടിയിട്ട് എന്താ നിനക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നതിനെ പറ്റി നീ ചിന്തിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ജയൻ അവിടെ നിന്നങ്ങ് പോവാണ്. പിന്നീട് കാണിക്കുന്നത് ദേവേനെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നേരിട്ട് ഡോക്ടറെ കണ്ട് സംസാരിക്കാണ്. ഡോക്ടർ പറയുന്നത്, ആ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് ഒന്നും അവർ പുറത്തു വിടരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിന് അതൊരിക്കലും തുറന്നു പറയാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ ദേവേനി പറയുന്നത്, അതായിക്കോട്ടെ, അവരുടെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് തരണ്ട, നിങ്ങളുടെ CCTVയിൽ അവളുടെ മുഖം പതിഞ്ഞിട്ടുണ്ടാവുമല്ലോ, അതെങ്കിലും എനിക്കൊന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിക്കും.
അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട് എന്തിനാ ദേവേനി അങ്ങനെയൊക്കെ വാശി പിടിക്കുന്നത്? ദേവേനിയുടെ അസുഖമൊക്കെ ഇപ്പം മാറിയിട്ട് നോർമലായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരികയല്ലേ? ഈ സമയത്ത് ഇതുപോലുള്ള ചിന്തകളൊക്കെ മാറ്റിയിട്ട് മനസ്സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ നോക്കുമെന്ന് പറയും. അപ്പോൾ ദേവേനി പറഞ്ഞിട്ട് ഇല്ല, എനിക്ക് എങ്ങനെയെങ്കിലും ആ പെൺകുട്ടിയെ കണ്ടെത്തിയേ പറ്റുള്ളൂ. ആ പെൺകുട്ടിയെ ഒന്ന് കാണാതെ അവളോടൊന്ന് സംസാരിക്കാതെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ലേ ഡോക്ടർ? പിന്നീട് നിങ്ങൾ എന്തിനാ എന്നിൽ നിന്ന് ഇതൊക്കെ ഇങ്ങനെ മറച്ചു വെക്കാൻ നോക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ട് ദേവേനി ഒരു കാര്യം മാത്രം ഓർക്കണം, ദേവേൻ്റെ ചുറ്റുമുള്ള ദേവേൻ്റെ വീട്ടുകാർ പോലും ദേവേണ്ട ഈ ഒരു കാര്യം പറയുന്നില്ല. അങ്ങനെയുള്ള സ്ഥിതിക്ക് ഞാൻ എങ്ങനെയാണ് അത് ദേവേനോട് തുറന്നു പറയുന്നത്? അങ്ങനെ ഞാൻ ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്നും പറയും. അപ്പോൾ ദേവേനി പറഞ്ഞിട്ട് ഏതായാലും ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു പെൺകുട്ടീനെ കണ്ടെത്തും. ആദർശ് പറഞ്ഞത് ആ പെൺകുട്ടിയുടെ വീട്ടുകാരെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് ഒരു യാത്ര പോയി എന്നാണ്. അതിനുശേഷം അവൻ എനിക്ക് കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറയുന്ന സമയത്തിൻ്റെ ഡോക്ടർ ചോദിക്കും പിന്നെ എന്തിനാ മേഡം നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ഇപ്പോൾ കുറച്ച് നാൾ കൂടി ഒന്ന് സമാധാനമായിരിക്കും. ആ പെൺകുട്ടി യാത്ര പോയതാണെങ്കിൽ അവർ തിരിച്ചു വരുമ്പോൾ വരെ നേരിട്ട് കാണാലോ. പിന്നെ നിങ്ങൾ എന്തിനാണ് വെറുതെ ഇരുന്നിങ്ങനെ സങ്കടപ്പെടുന്നത്? പിന്നെ ഒരു കാര്യം ഞാനങ്ങ് പറഞ്ഞേക്കാം, ദേവേനെ സഹായിച്ച ആ ഒരു പെൺകുട്ടി നല്ല നന്മയുള്ള നല്ല വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടിയാണെന്ന് പറയും. അപ്പോൾ ദേവേനി പറഞ്ഞിട്ട് അതെ അത് തന്നെ, ഇക്കാലത്ത് ഒരു പെൺകുട്ടികളും അങ്ങനെയൊന്നും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആ പെൺകുട്ടിയെ കാണാൻ ഒരുപാട് ആഗ്രഹമാണ് എന്നൊക്കെ പറയും. ഏതായാലും ആദർശ് പറഞ്ഞതുപോലെ അവർ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് എനിക്ക് ആ പെൺകുട്ടിയെ കാണാൻ സാധിക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവേനെ അവിടെ നിന്നങ്ങ് പോരുകയാണ്. ദേവേനെ അവിടെ നിന്നങ്ങ് പോയതിനു ശേഷം ഡോക്ടർ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത് സ്വന്തം മരുമകളിലേക്കുള്ള ദൂരം ദേവേനിക്ക് കുറഞ്ഞു വരുവാണല്ലോ. ഉടനെ തന്നെ അവർക്ക് അവരുടെ മരുമകളിലേക്ക് എത്താൻ കഴിയുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ. പിന്നീട് കാണിക്കുന്നത് ആദർശ് ഓഫീസിലിരുന്ന് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിന് ജെയിൻ ക്യാബിനിലേക്ക് വന്നുകൊണ്ട് തന്നെ ആദർശിനോട് പറയുന്നത് എടാ നമ്മളെല്ലാവരും പേടിച്ചതുപോലെ തന്നെ ദേവേനി വീട്ടിലില്ല, അവൾ പുറത്തേക്ക് പോയിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ ഡോക്ടറെ വിളിച്ചിരുന്നു. ഡോക്ടർ പറഞ്ഞു അങ്ങോട്ടേക്ക് ചെന്നിരുന്നെന്ന്. അവൾക്ക് കരൾ കൊടുത്ത പെൺകുട്ടിയുടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് തരാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവൾ അങ്ങോട്ടേക്ക് കയറി ചെന്നത് എന്നൊക്കെ പറയും. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട് ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ആയ അച്ഛാ എന്താ ചെയ്യുന്നത്? നമുക്ക് അമ്മയോട് എല്ലാ കാര്യങ്ങളും അങ്ങ് തുറന്നു പറഞ്ഞാലോ എന്ന് ചോദിക്കും. അപ്പോൾ ജെയിൻ പറഞ്ഞിട്ട് അങ്ങനെ തുറന്നു പറഞ്ഞാൽ പോലും അവൾ അത് എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് അറിയാൻ കഴിയാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്നൊക്കെ പറയും. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അമ്മ സ്വയം അങ്ങ് കണ്ടെത്തുകയാണെങ്കിൽ അങ്ങ് കണ്ടെത്തട്ടെ, അല്ലാതെ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്നിങ്ങനെ വിഷമത്തോടു കൂടി ഓർക്കേണ്ട ആദർശ്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചെത്തിയതിന് ശേഷം ദേവേനയായിട്ട് റൂമിലിരുന്നിട്ട് അങ്ങനെ ചിന്തിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തിന് ആദർശ് വന്ന് ചോദിക്കുന്നുണ്ട് അമ്മ എന്തിനാ ഒരു പെൺകുട്ടിയെ കാണണമെന്നൊക്കെ പറഞ്ഞിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നത്? അമ്മക്ക് ശരിക്കും ആരോഗ്യമായിട്ടില്ല, അമ്മക്ക് സമയമാവുന്ന സമയത്ത് ഞാൻ ആ പെൺകുട്ടിയെ നേരിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞല്ലോ എന്ന് പറയും. അപ്പോൾ ദേവേനി ചോദിക്കുന്നുണ്ട് ആ പെൺകുട്ടിയെ എനിക്കൊന്ന് കാണിച്ചു തന്നു എന്ന് വിചാരിച്ച് എന്താ കുഴപ്പം? എല്ലാവരും എന്നിൽ നിന്ന് എന്തൊക്കെയോ മറക്കുന്നുണ്ട്, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോടാന്നൊക്കെ ചോദിക്കാട്ടോ. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട് ആര് മറക്കുന്നുണ്ടെന്ന്? അങ്ങനെ ആരും ഒന്നും മറക്കുന്നൊന്നുമില്ല അമ്മേ. ഞാൻ പറഞ്ഞില്ലായിരുന്നു ആ പെൺകുട്ടിയും അവളുടെ ഭർത്താവും വീട്ടിലില്ലാന്ന്, അവരൊരു യാത്ര പോയേക്കുവാണ്. അവർ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് തന്നെ അമ്മക്ക് പോയി കാണാലോ എന്ന് പറയും. അപ്പോൾ ദേവേനി പറഞ്ഞിട്ട് ആയിക്കോട്ടെ നമുക്ക് അവൾ ശല്യം ചെയ്യണ്ട, പക്ഷേ ആ പെൺകുട്ടിയുടെ വീട് വരെ ഇന്ന് പോകുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. ഞാൻ അവർക്ക് കൊടുത്ത ചെക്ക് ഇതുവരെ അവർ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ല, അതിനെ പറ്റിയിട്ട് എനിക്കൊന്ന് ചോദിക്കണമെന്ന് പറയും. അപ്പോൾ ആദർശ് പറഞ്ഞിട്ട് അയ്യോ ആ വീട്ടിൽ ആരും തന്നെ ഇല്ലമ്മേ, ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അത് പൂട്ടിയിട്ടേക്കുമായിരുന്നു. അവിടെയുള്ള അയൽവാസികളാണ് പറഞ്ഞത് അവരെവിടെ യാത്രക്ക് പോയി എന്നൊക്കെ പറയും. അപ്പോൾ ദേവേനെ ചോദിക്കുന്നുണ്ട് അങ്ങനെയല്ലല്ലോ നീ നേരത്തെ എന്നോട് പറഞ്ഞത്? ആ പെൺകുട്ടി അവിടെ നിന്ന് പോയ സമയത്തിന് അവളുടെ അച്ഛനും അമ്മയും വീട്ടിലുണ്ട് എന്നാണല്ലോ പറഞ്ഞത്, എന്നിട്ടെന്താ ഇപ്പം അവരൊന്ന് യാത്ര പോയോ എന്നൊക്കെ ചോദിക്കാട്ടോ. അപ്പോഴേക്കും ആദർശ് അല്ല അവർ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി കാണും, എനിക്ക് ഏതായാലും അതിനെ പറ്റിയിട്ടൊന്നും അറിയത്തില്ല എന്ന് പറയും. ദേവേനെ പറഞ്ഞിട്ട് എനിക്ക് ആ പെൺകുട്ടിയെ കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു, ഞാൻ കൊടുത്ത പൈസ പോലും അവർ സ്വീകരിച്ചില്ലല്ലോ എന്നിങ്ങനെ പറയുന്ന സമയത്ത് തന്നെ ആദർശ് പറയും അമ്മേ അവർക്ക് അങ്ങനെ പൈസയുടെ ആവശ്യമൊന്നുമില്ല, അവളുടെ അച്ഛൻ ഭയങ്കര കാശുകാരനാണ്, പിന്നെ ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്, പിന്നെ ഭയങ്കര ഓർത്തഡോക്സ് ആണ്, അവരങ്ങനെ ശല്യം ചെയ്യുന്നതൊന്നും അവർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ അമ്മയെ അവരെ കൊണ്ടുപോയി കാണിച്ചേനെന്നൊക്കെ പറയും. എങ്ങനെയെങ്കിലും ആദർശ് ദേവേനെ ഇങ്ങനെ സമാധാനിപ്പിക്കാൻ നോക്കുന്ന സമയത്തിൻ്റെ ദേവേനെ പെട്ടെന്ന് ചോദിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ ആ കുട്ടിയുടെ അച്ഛൻ്റെ പേരെന്താന്ന് ചോദിക്കും. അപ്പോൾ അത് എന്നിങ്ങനെ തപ്പുന്ന സമയത്തിന് എന്താണ് നീ മറന്നുപോയോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ആദർശ് പറഞ്ഞിട്ട് പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതങ്ങ് മറന്നുപോയി, എന്നിട്ട് മഹാദേവൻ അങ്ങനെ എന്തോ പേരാണെന്ന് പറയുന്ന സമയത്തിന് ദേവേനയ്ക്ക് ഏകദേശം കാര്യം മനസ്സിലാവും, ഇവൻ കഷ്ടപ്പെട്ട് എന്നിൽ നിന്ന് എന്തോ മറക്കാൻ ശ്രമിക്കുക തന്നെയാണെന്ന്. എന്നിട്ട് ആദർശ് പറഞ്ഞിട്ട് അമ്മ വിഷമിക്കാതിരിക്കും, ഉറപ്പായിട്ടും ഞാൻ ആ പെൺകുട്ടിയെ അമ്മക്ക് കാണിച്ചു തന്നിരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിന് ആദർശ് അവിടെ നിന്നങ്ങ് പോവാണ്. ആദർശ് അവിടെ നിന്നങ്ങ് പോയതിനു ശേഷം ദേവേന ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇവരെല്ലാവരും ചേർന്ന് എനിക്ക് ആ പെൺകുട്ടിയെ കാണിച്ചു തരുന്നില്ല എങ്കിൽ എൻ്റെ മരുമകൾ തന്നെയായിരിക്കും ആ ഒരു പെൺകുട്ടി, നയനമോൾ തന്നെയായിരിക്കും എനിക്ക് കരൾ തന്ന ആ ഒരു പെൺകുട്ടി, അത് ഉടനെ തന്നെ ഞാൻ കണ്ടുപിടിക്കുമെന്നിങ്ങനെ മനസ്സിൽ ഉറപ്പിച്ച് നിൽക്കാട്ടെ ദേവയാനി. ആദർശ് ഓഫീസ് കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് വന്നതിന് ശേഷം കുളിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് കയറുന്ന സമയത്തിന് ശബ്ദമുണ്ടാക്കാതെ ദേവേനി റൂമിലേക്ക് വന്നിട്ട് ആ ഒരു ഷെൽഫും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പരിശോധിക്കുകയാണ്. ആ ഒരു ഡ്രോയർ തുറന്നു നോക്കുന്ന സമയത്തിന് അതിലൊരു ഫയൽ കാണും, എന്നിട്ട് അതൊക്കെ ഇങ്ങനെ തുറന്നു നോക്കുകയാണ്. കുറേ അധികം നോക്കുന്ന സമയത്തിന് ആദർശ് നയനക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുത്തതിൻ്റെ ആ ഒരു സ്ലിപ്പ് കിട്ടുകയാണ്. എന്നിട്ട് ആ ഒരു ഫയലിൻ്റെയും ആ ഒരു ലിസ്റ്റിൻ്റെയൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ട് തന്നെ അതേപോലെ തന്നെ ഫയൽ അവിടെ വെച്ചതിന് ശേഷം ശബ്ദമുണ്ടാക്കാത്ത റൂമിൽ നിന്ന് പോരുകയാണ് ദേവയാനി.
റൂമിൽ വന്നിട്ട് ഒന്നുകൂടി ഇങ്ങനെ സൂം ചെയ്ത് നോക്കുന്ന സമയത്തിന് ദേവേനിക്ക് മനസ്സിലാവാണ് ദേവേനി കഴിക്കുന്ന ഏകദേശം അതേ മരുന്ന് തന്നെയാണ് നയനയും കഴിക്കുന്നതെന്ന്. എന്നിട്ടിങ്ങനെ നോക്കുന്ന സമയത്ത് തന്നെ അതിൽ നയനയുടെ പേരും കാണും. ദേവേനി ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട്, ഇവളെന്തിനാ ഈ മരുന്നൊക്കെ കഴിക്കുന്നത്? കരൾ സംബന്ധമായിട്ടുള്ള രോഗമുള്ളവർ മാത്രമാണ് ഈ മരുന്നൊക്കെ കഴിക്കുന്നത്. വെറുതെ അവളേതായാലും ഇത് കഴിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ സംശയം ഏതായാലും ഉറപ്പിക്കാം. ഇതിലെന്തോ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ മരുമകൾ തന്നെയായിരിക്കും എനിക്ക് കരൾ തന്നത്. ഇത് ഞാൻ എന്തായാലും ഉറപ്പായിട്ടും കണ്ടുപിടിക്കും. ഇനി ഈ വീട്ടിൽ ആരുടെയും സഹായമൊന്നും എനിക്ക് വേണ്ട. ഈ വീട്ടിലുള്ളവർ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചാൽ തന്നെ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇനി മുതൽ ആദർശും ചേട്ടനും സംസാരിക്കുന്നതെല്ലാം തന്നെ ശ്രദ്ധിക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ കേട്ടോ ദേവയാനി. പിന്നീട് കാണിക്കുന്നത് ആദർശിന്റെ കുളി കഴിഞ്ഞ് തിരിച്ച് ബെഡ്റൂമിലേക്ക് വന്നതിന് ശേഷം നയനെ ഫോൺ ചെയ്ത് ഇങ്ങനെ സംസാരിക്കായിരിക്കും. ഇതെല്ലാം ദേവേനി അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ആദർശ് ഇങ്ങനെ ഫോണിലൂടെ നയനയോട് പറയുന്നുണ്ട്, അമ്മക്ക് കരൾ തന്ന ആ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാനുള്ള അന്വേഷണത്തിലാണ്. ഞാൻ എങ്ങനെയൊക്കെയോ ഒരുവിധം അമ്മയെ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. ആ പെൺകുട്ടി വീട്ടിലില്ല എന്നും അവൾ യാത്രയിലാണെന്നൊക്കെ പറഞ്ഞു. അമ്മ ഏകദേശം വിശ്വസിച്ചു എന്നാ തോന്നുന്നത്. ഇനി എന്തൊക്കെ കള്ളത്തരം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല എന്നൊക്കെ പറയും. എന്നാൽ ഇവരുടെ സംസാരമെല്ലാം തന്നെ ദേവേനി കേൾക്കുന്നുണ്ടായിരുന്നു. നയനെ ചോദിക്കുന്നത്, ഇനി എന്ത് ചെയ്യും ആദർശേട്ടാ? അമ്മ ഈ കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചാൽ പിന്നെ അത് ശരിയാവോ? ഇനിയിപ്പോൾ എന്താ സംഭവിക്കാന്നൊന്നും അറിയില്ലല്ലോ. ഇനിയിപ്പോൾ സത്യം അങ്ങ് പറഞ്ഞാലോ എന്നൊക്കെ ചോദിക്കും. അപ്പം നയനെ പറഞ്ഞു കൊടുക്കുന്നത്, ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത് ആദർശേട്ടാ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഏറ്റവും കൂടുതൽ അമ്മ വെറുക്കുന്നത് എന്നെയായിരിക്കും. നമ്മൾ അമ്മയെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് അമ്മ പിന്നെ അതിൻ്റെ പേരിലായിരിക്കും ബഹളം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും അമ്മയെ അറിയിക്കണ്ടെന്നൊക്കെ പറയട്ടോ നയന. അപ്പോൾ ആദർശ് പറഞ്ഞത്, എങ്കിൽ പിന്നെ ഈ നുണകളുടെ പുറത്തെല്ലാം തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവട്ടെ. അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാ? ഇപ്പോൾ പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന അത്രയൊക്കെ ഞാൻ പറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്താണെങ്കിലും ഈ സത്യങ്ങളെല്ലാം തന്നെ ഒരിക്കൽ അമ്മ അറിയും. അപ്പോൾ അമ്മക്ക് തോന്നുന്ന രീതിയിൽ തന്നെ അമ്മ മനസ്സിൽ പ്രതികരിക്കട്ടെ. അല്ലാതെ ഇപ്പോൾ ഇതിലെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ ആദർശ് നയനോട് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ മൊഴിഞ്ഞു മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ദേവയാനി. എന്നാൽ ആദർശിൻ്റെയും നയനയുടെയും ഈ സംഭാഷണത്തിൽ നിന്ന് തന്നെ ദേവയാനിക്ക് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് അങ്ങ് മനസ്സിലാവുകയാണ്. സത്യമെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ദേവയാനി വളരെയധികം വിഷമത്തോട് ഇങ്ങനെ നോക്കി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.